ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകാൻ കഴിച്ചു. അപ്പോൾ അതിലായിട്ട് വർക്ക് കഴിഞ്ഞ് വന്നതും ഞങ്ങൾ നേരെ വിട്ടത് മണലടിയിലെ ഒരു വെജിറ്റബിൾ സ്റ്റാളിലായിട്ടാണ്. കുറേ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് പോകാറുള്ളത്. മാത്രമല്ല അവിടെ നല്ല ഫ്രൂട്ട്സും കിട്ടും കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ്. അപ്പോൾ തുമ്പീൻ്റെ കണ്ണ് നേരെ ചെന്നത് റംബൂട്ടാനിലേക്കാണ് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. കൈയോടെ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് റംബൂട്ടാൻ വാങ്ങി കൈ പിടിച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കൊണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ചെറിയൊരു മഴച്ചാട്ടിൽ വരുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴും അതുപോലെ തന്നെ ഒരു പുഞ്ചക്കോട് എത്തണ വരെ മഴച്ചാട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഞ്ചക്കോട് എത്തിയപ്പോഴാണ് പെട്ടെന്നൊരു ഉൾവിളി കേട്ടോ. പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട്, മഴയൊക്കെയല്ലേ, നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും കഴിക്കാൻ ഒരു പൂതി കേട്ടോ. അപ്പം ഞങ്ങൾ വട്ടപ്പറമ്പുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും ബീഫും പറഞ്ഞു നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. വീട്ടിലേക്ക് വരുന്ന റോഡ് നമ്മൾ കൈനക്കോട് വഴിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെയൊക്കെ പരിതാപകരമായിരുന്നു അവസ്ഥ. നിറച്ച് കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് എത്തിയപ്പോൾ മനുഷ്യൻ്റെ ഇടുപ്പും മുതയൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഫുഡ് പൊറോട്ടയും ബീഫും ഗ്രേവിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. തുമ്പിക്കുട്ടിയാണെങ്കിൽ ഒരു അരപ്പൊട്ട് പൊറോട്ട കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ പൊറോട്ട കഴിക്കുന്ന ആൾക്കാരല്ല, കൊല്ലത്തിലൊക്കെ ഒരിക്കൽ മേടിച്ച് തിന്നു. അപ്പോൾ ഇത്രയും പൂതിയായപ്പോൾ കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് റംബൂട്ടാൻ ടേസ്റ്റ് നോക്കട്ടെ. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ റംബൂട്ടാന്.